ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. എറണാകുളത്തുള്ള തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് കേരള ക്രിയേറ്റേഴ്സ് സ്ക്വാഡും കേരള സ്ട്രൈക്കേഴ്സും തമ്മിലുള്ള പ്രാക്ടീസ് മാച്ച് നടക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ പ്രോഗ്രാമാണ്, 3 ദിവസത്തെ മാച്ചാണ് നടക്കുന്നത്. അതായത് 4th, 5th, 6th. അപ്പോൾ 4th, 5th, 6th ഞങ്ങൾ തൃപ്പൂണിത്തുറ ഉണ്ടാവും. അപ്പോൾ ഈ മാച്ചിന് വേണ്ടി വന്നാണ്, പ്രാക്ടീസ് മാച്ചിന് വേണ്ടി. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ CCL പ്രോഗ്രാം തുടങ്ങാൻ പോകുള്ളൂ ഈ നവംബർ മാസത്തിൽ. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രാക്ടീസ് മാച്ച് നമ്മുടെ കേരള ക്രിയേറ്റേഴ്സ് സ്ക്വാഡിൻ്റെ കൂടെ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ടീമിൽ ആരാധനയുള്ള വെച്ചാൽ നമ്മുടെ മെയിൻ ആൾ സായി കൃഷ്ണനാണ് ക്യാപ്റ്റനായിട്ടുള്ളത് ക്രിയേറ്റേഴ്സ് സ്ക്വാഡിൽ. എൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ UM. അപ്പോൾ ഉണ്ണി മുകുന്ദനും സായി കൃഷ്ണനും തമ്മിലുള്ള ഒരു പോരാട്ട മത്സരം നമുക്ക് ഈ കളിയിൽ കാണാം. അപ്പോൾ ഇതാ സായിയൊക്കെ വന്നിട്ടുണ്ട്. സായിൻ്റെ ടീമും മറ്റേ അവരുടെ സ്ട്രൈക്കേഴ്സിൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത് കേട്ടോ. അതിന് മുന്നേ ഇവർ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ടോസ് കിട്ടിയത് സായിക്കാണ്. അപ്പോൾ സായി ബോളിംഗ് ഓപ്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്പണിങ് ബാറ്റ്സ്മാൻ ആണല്ലോ സായി കയറിയിട്ട് 7 റൺസാണ് എടുത്തത്. 1 4 അടിച്ചു, പിന്നെ ഔട്ടായി ചെയ്തു. ക്രിയേറ്റേഴ്സ് സ്ക്വാഡിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 175 റൺസോളായിരുന്നു 20 ഓവറിൽ. അപ്പോൾ അവരൊരു 174, ഏകദേശം 174 റൺസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിയേറ്റേഴ്സ് സ്ക്വാഡ് കളിച്ചിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി. അതായത് ഒരു 150ൻ്റെ അടുത്ത് അവരെടുത്തിരിക്കണം. ഒരു 20-30 റൺസിൻ്റെ ഗ്യാപ്പിലാണ് അവർ തോറ്റത്. അപ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിയേറ്റേഴ്സ് സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. സായിയാണ് ഓപ്പണിംഗ്. അപ്പോൾ നമ്മുടെ കളിയൊക്കെ തീർന്നു, അവർ ജയിച്ചു കേരള സ്ട്രൈക്കേഴ്സ്. ഇനി സ്വല്പം പോസ്റ്റ് മാച്ച് സീനുകൾ കാണാം. ഗ്രൗണ്ട് അത്ര തോന്നുന്നു. ഇയാളെ മനസ്സിലായ ഒരു കമന്റ് അടിക്കാം. ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ മീഡിയ സുഹൃത്തിന് റിച്ച് കിഡ് ആസ് നേച്ചർ എന്താണ് കൊടുക്കാൻ? മിസ്റ്റർ സായി കൃഷ്ണൻ, പച്ചക്കുയിൽ സ്നേഹം പറയൂ. താങ്കളും ഉണ്ണി മുകുന്ദനും തമ്മിൽ കോംപ്രമൈസ്ഡ് ആയി എന്തൊരു ടോക്ക് വന്നിട്ടുണ്ട്, ശരിയാണോ? കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടു. എന്താണ് താങ്കൾക്ക് ഇതേ കുറിച്ച് പറയാനുള്ളത്? സംഗതി ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു. അതിനോ ഉണ്ണി വരുന്നുള്ളത്. അപ്പോ കൊറേ കാലായാലോ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ പിണക്കങ്ങൾ ഈഗോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് പരിപാടികളൊക്കെ ആയിരുന്നു. സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ പ്രശ്നങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കും തമ്മിലാരും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മിസ്കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് സംഗതിയാണ്. പക്ഷെ ഇന്ന് കണ്ടു, സംസാരിച്ചു, വളരെ കൂളായിട്ട് സംസാരിച്ചു. കാര്യം അങ്ങനെ എന്താ പറയാ, പിന്നെ കുറെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ആ ഇഷ്യൂസ് ഇല്ലേ, അതിനിടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റാർട്ടിങ് മുതലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഒരു സോറി ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സോർട്ടായി, രണ്ടുപേരും സോർട്ടാക്കി എടുത്തു. ആ വിഷയം ചാപ്റ്റർ ക്ലോസ്ഡ്. അനീഷ് പറഞ്ഞത് അത് ഇനി ചർച്ചയ്ക്ക് എടുക്കണ്ട, അത് കഴിഞ്ഞു, അത് ക്ലോസ്ഡ് ആയി. ഞങ്ങള് ഹാപ്പി ആയിട്ട്. അതെന്താ പറയാ, ഒന്നാമത് എനിക്ക് കുറെ കാലമായിട്ട് ഇതെന്ന് പറഞ്ഞാ എന്റെ കയ്യിൽ നിന്നും പോയി. ഇത് കൊറേ പിന്നെ ആരൊക്കെ എടുത്തിട്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട് കൊറേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കൊറേ പേര്. സൈബർ അറ്റാക്സ് അല്ല, അത് പറയുന്നവര് പറഞ്ഞിട്ടെ അത് നോക്കട്ടെ. പലരും ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ എന്തായി അത്രേ ഉള്ളു പറയാം. അങ്ങനെയല്ല,
ഞാൻ എത്ര പറയുള്ളൂ, ഞാൻ കമന്റ് ഇട്ട ആൾക്കാരോട് എത്ര പറയുള്ളൂ. കമന്റ് ഇട്ട ആൾക്കാരുണ്ടായിരുന്നു, വീഡിയോ ഇട്ട ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഉണ്ടെങ്കിൽ എന്താ അവർക്ക് പറയാനുള്ളത് കൂടി അവർ പറഞ്ഞോട്ടെ. അത്രേ ഉള്ളൂ. മനുഷ്യന്മാരാണല്ലോ. അപ്പൊ എന്തായാലും ശുഭം, ഈ അടിപൊളിയായിട്ട് പ്രവി, നിനക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രവിയാണ് ഞാൻ നോക്കുമ്പോ ഒരുത്ത തോളത്തോടെ ഫോട്ടോ എടുക്കണ്ടാണ് പോയിട്ട്. ഞാൻ ഇത് പ്രവിയല്ലേ ബോസിന്റെ പ്രവി, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് ഇന്നോ എന്നോട് പറയണേ ഇന്ന് എനിക്ക് ഏറ്റവും ഗുണമുള്ള ദിവസമാണെന്ന്. വൈ ഇനി ഞാൻ ക്യാമറ എന്റെ മുഖത്ത് തിരിച്ചിട്ട് കുറച്ച് നേരം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ഞങ്ങളൊരു Airbnb വില്ല എടുക്കുക ചെയ്ത്. നല്ല അടിപൊളി സ്ഥലം, തൃപ്പൂണിത്തുറയാണ് സ്ഥലം. അപ്പോൾ ഗ്രൗണ്ടൊക്കെ തൃപ്പൂണിത്തുറ ഉണ്ട്, അവിടെ വില്ല അടിപൊളി. അപ്പോൾ ബാക്കി സായി പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സായിയും ഉണ്ണിമുകുന്ദനും അങ്ങനെ സെറ്റായി ഒന്നായി. സായി പറഞ്ഞ പോലെ സായിൻ്റെ മനസ്സിലുള്ളൊരു ഭാരം എടുത്ത് ഇറക്കി വെച്ച പോലെ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഒന്നുമില്ല, എൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ണിമുകുന്ദൻ സംസാരിച്ചു. അപ്പോൾ ഞാനും ഹാപ്പിയായി. കാരണം നമുക്ക് ആ സമയത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചു, എന്നോട് പോകാൻ നേരത്ത് പോട്ടെ, സ്നേഹ പോട്ടെ എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അത് സത്യസന്ധമായി വരേണ്ടത് നമ്മുടെ നല്ല പറഞ്ഞത്, സത്യസന്ധമായി വരേണ്ട കാര്യം തന്നെയാണ്. എന്നോട് സംസാരിച്ചു, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞു എന്തായാലും അതെന്താ വെച്ചാൽ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ഉണ്ടാവുന്ന സംഭവമാണ് അതൊക്കെ. ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ് എല്ലാവരോടും. അതിപ്പോൾ ആ സമയത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവരെല്ലാവരും ഒന്നായ സ്ഥിതിക്ക് മറ്റേ ഇക്കുബ എന്നോട് പറഞ്ഞു എല്ലാവരും ഒന്നായ സ്ഥിതിക്ക് ഇല്ല ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഔട്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് എറണാകുളത്ത് ഞങ്ങളിവിടെ 3 ദിവസം സ്റ്റേ ഉണ്ടാവും. തൃപ്പൂണിത്തുറ ഗെയിമുണ്ട്, സായിക്ക് പ്രാക്ടീസ് മാച്ച്, ഈ CCLലെ ടീമായിട്ട് കേരള സ്ട്രൈക്കേഴ്സായിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ടീമായിട്ട് മാച്ച് ഉണ്ട്. അപ്പോൾ 3 ദിവസം ഇവർക്ക് പ്രാക്ടീസ് മാച്ച് പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ മാച്ച് കഴിഞ്ഞു. ഇൻഫ്ലുവൻസേഴ്സ് ടീമിൻ്റെ അവരുടെ ടീം തോറ്റു, മറ്റവർ ജയിച്ചു. എന്നാലും കുഴപ്പമില്ല, എന്തായാലും അവർക്കൊരു പ്രാക്ടീസ് എന്ന രീതിയിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വില്ലയിൽ പോയിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പായി. അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി പോയി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ പോയി ഉറങ്ങണം. ഇതാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റീലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ കണ്ട് എല്ലാവരും സന്തോഷമായി ഹാപ്പി ആയി വിചാരിക്കുന്നു. ഇതിനെതിരെ പണ്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കമന്റ് ഇട്ട ആൾക്കാരൊക്കെ അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. കമന്റ് ഇട്ടവരും വീഡിയോ ഇട്ടവരും അതിനെക്കുറിച്ച് പറഞ്ഞവരും പിന്നെ സിനിമ ഇറങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് മാർക്ക് ഇറങ്ങിയപ്പോഴും നിന്നല്ലേ പറഞ്ഞതാ നിന്നല്ലടാ പറഞ്ഞത് ഇറക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ അതെല്ലാം കണ്ടിട്ട് ഹാപ്പി ആയി വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലുള്ള ഹാപ്പി ആയില്ലേ? ഇത്ര മതി, ഞങ്ങൾക്ക് ഇത്ര കിട്ടിയാൽ മതി. ഇവർ തമ്മിലൊരു എല്ലാവരും തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ എന്തായാലും ഉണ്ടാവുള്ളൂ. ആ പെട്ടെന്നുള്ള സംസാരത്തിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിലാവും സംസാരിക്കുക. അത് നമുക്കറിയാം. എന്താ ചിലപ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും റിവ്യൂ പറയുമ്പോൾ നന്നല്ല എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ച് ഇപ്പോൾ ഒരാൾ പറയും നീ നന്നല്ല, നിന്റെ അഭിനയം മറ്റേ മോശമല്ല, നിന്നെ കാണാൻ രസമില്ല, നിന്നെ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മൈൻഡ് എടുക്കില്ല. പക്ഷെ നമ്മളങ്ങനെ നേരിട്ട് നമ്മളത് കേൾക്കുമ്പോൾ അത് പറയുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അതാവും സംഭവം. ആ സമയത്ത് പെട്ടെന്നുണ്ടായത് ഒരു ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം പരിപാടിയും ഹാപ്പി സോൾഡ് ആയി ഇന്ന് എല്ലാം കഴിഞ്ഞു.